ഹായ് എല്ലാവർക്കും എൻ്റെ ഈ ഒരു യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ കുട്ടികൾക്കും സ്വാഗതം. ഇത് ഞാൻ ആദ്യമായിട്ട് തുടങ്ങിയ ഒരു യൂട്യൂബ് ചാനലാണ്. ഇംഗ്ലീഷ് ഗ്രാമർ ടിപ്സ് ആൻഡ് ട്രിക്സ്. ഇപ്പോൾ പൊതുവേ നമുക്ക് ഇംഗ്ലീഷിൻ്റെ ഗ്രാമറിനെ കുറിച്ച് ആദ്യം ആർക്കും ഒരു ധാരണയും കാണത്തില്ല. ഇത്തിരി ടഫാണെന്ന് അറിയാം, എങ്കിലും എനിക്കും ആദ്യം ഒരു ടഫായിരുന്നു. എന്നാൽ ഇപ്പോൾ ഏറ്റവും ഈസി ആയിട്ട് നമുക്ക് ഗ്രാമർ എങ്ങനെ പഠിക്കാം എന്നുള്ളൊരു ക്ലാസ്സുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇപ്പോൾ ആദ്യം അതിൻ്റെ ബേസ് തൊട്ട് നമ്മൾ അറിഞ്ഞു പോവുകയാണെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് പഠിക്കാം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഞാൻ പറയാൻ പോകുന്നത് ഇംഗ്ലീഷിലെ നമ്മുടെ ഫസ്റ്റ് ഗ്രാമറിന്റെ ഓരോ ബേസ് തൊട്ട് പറയാം. ആദ്യം നൗൺസ്. ഇപ്പൊ നൗൺസ് എന്ന് പറയുന്നത് നമുക്ക് ഒറ്റ വാക്കിൽ പറയാം, എന്താടേ? നാമങ്ങൾ. നൗൺസ് എന്നാൽ നാമങ്ങൾ, പദങ്ങൾക്ക് പേരിടുന്നവയാണ് നാമങ്ങൾ. ഓക്കെ ആണോ? ഇനി ഈ നൗൺസിനെ നമുക്ക് പലതരത്തിൽ ക്ലാസിഫൈ ചെയ്യാം. മൊത്തം 6 എണ്ണം ഉണ്ട്. നമുക്ക് ഞാൻ ഓരോന്നായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് നമുക്ക് പ്രോപ്പർ നൗൺ എന്ന് പറയും. എന്താണ്ട് പ്രോപ്പർ നൗണ്? പ്രോപ്പർ നൗൺ എന്ന് വെച്ചാൽ ഒരു വ്യക്തിയുടെ പേരിനെയോ ഒരു സ്ഥലത്തെയോ ഒരു ആനിമൽസിനെയോ ഒക്കെ സൂചിപ്പിക്കുന്ന നൗണാണ് പ്രോപ്പർ നൗൺ. എക്സാമ്പിൾ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. എക്സാമ്പിൾ ഞാൻ ഇവിടെ എഴുതി തരാം. അതായത് നമുക്കൊരു വ്യക്തിയുടെ പേരിനെ സൂചിപ്പിക്കുമെന്ന് പറഞ്ഞു. നമുക്ക് ആ വ്യക്തിയുടെ പേര് വേണമെങ്കിൽ ഇവ എന്ന് കൊടുക്കാം. ഇവ. ഒരു പ്ലേസിനെ സൂചിപ്പിക്കുമെന്ന് പറഞ്ഞു, വേണമെങ്കിൽ നമുക്ക് ചെന്നൈ എന്ന് കൊടുക്കാം. ഇതേപോലെ ഒരു വ്യക്തിയുടെ പേരിനെയോ ഒരു ആനിമലിന്റെ പേരിനെയോ ഒരു പ്ലേസിന്റെ പേരിനെയോ ഒക്കെ നമ്മൾ ക്യാപിറ്റലൈസ് രീതിയിൽ സൂചിപ്പിക്കുന്നവയാണ് പ്രോപ്പർ നൗണ്. അപ്പൊ ശ്രദ്ധിക്കുക, അതിന്റെ എപ്പോഴും അത് നമ്മൾ ക്യാപിറ്റൽ ലെറ്ററിൽ വേണം അത് എഴുതാനായിട്ട്. ദാറ്റ് ഈസ് പ്രോപ്പർ നൗണ്. സെക്കൻഡ് വൺ നോക്കാം. ഫസ്റ്റ് പ്രോപ്പർ നൗൺ, ദെൻ സെക്കൻഡ് നൗൺ കോമൺ നൗൺ. കോമൺ നൗൺ ആണ് സെക്കൻഡ് വൺ. കോമൺ നൗൺ എന്ന് വെച്ചാൽ എന്താണെന്നറിയാമോ? അതായിട്ട് നമ്മൾ കോമൺ നൗൺ എന്ന് പറയുന്നത് സർവ്വസാധാരണമായിട്ട് നമ്മളൊരു പേഴ്സൺ, ബിൽഡിങ്സ്, ആനിമൽസ് ഓർ തിങ്സ് ഇവയൊക്കെ സൂചിപ്പിക്കുന്ന നാമത്തെയാണ് നമ്മൾ കോമൺ നൗൺസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇതിന് എക്സാമ്പിളും നമുക്ക് ഓരോന്നിനും ഓരോ എക്സാമ്പിൾ പറയുമ്പോഴാണ് കൂടുതൽ മനസ്സിലാകുന്നത്. അപ്പൊ ഇതിന് എക്സാമ്പിൾ പറയുവാണെങ്കിൽ ടീച്ചർ, ഡോക്ടർ, സയന്റിസ്റ്റ്, കാറ്റ്, ചൈൽഡ്, ബോയ് ഇവയ്ക്കൊന്നും നമുക്ക് പ്രത്യേകിച്ച് പേരിടണ്ട. നമുക്ക് ഒറ്റൊരു പേരിൽ ഒരു ടീച്ചർ അല്ലേ, ഡോക്ടർ, സയന്റിസ്റ്റ്, അതുപോലെ ബോയ്, ഗേൾ ഇതൊക്കെയാണ് ഇതിന് കോമൺ നൗണിന് എക്സാമ്പിൾ. നമ്മൾ എഴുതാം. നമുക്ക് ആദ്യം പറഞ്ഞു ടീച്ചർ, പിന്നെ നമുക്ക് ഡോക്ടർ, പിന്നെ നമുക്ക് വേണമെങ്കിൽ ബോയ്, ഗേൾ. അപ്പൊ ഇതൊക്കെ എന്തിന് എക്സാമ്പിൾ ആണ്? കോമൺ നൗണിന് എക്സാമ്പിൾ ആണ്. അടുത്തത് നോക്കാം. അടുത്ത നൗണാണ് അബ്സ്ട്രാക്റ്റ് നൗണ്. അബ്സ്ട്രാക്റ്റ് നൗണ് എന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ. ഒരു സ്റ്റേറ്റ് ഓഫ് മൈൻഡിനെയോ അതുമല്ല എന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ സ്റ്റേറ്റ് ഓഫ് മൈൻഡ് അല്ലെങ്കിൽ ഒരു ക്വാളിറ്റി ബേസ് ചെയ്തോ അല്ലെങ്കിൽ ആറ്റിറ്റ്യൂഡിനെയോ ഒരു ഐഡിയ ഒക്കെ ബേസ് ചെയ്ത് പറയുന്ന നാമങ്ങളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? അബ്സ്ട്രാക്റ്റ് നൗൺ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്തിനൊക്കെയാണ്? എ സ്റ്റേറ്റ് ഓഫ് മൈൻഡ്. സ്റ്റേറ്റ് ഓഫ് മൈൻഡ് എന്ന് വെച്ചാൽ ഹാപ്പിനെസ് ആകാം, സാഡ്നെസ് ആകാം, അതൊക്കെയാണ് സ്റ്റേറ്റ് ഓഫ് മൈൻഡ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എ സ്റ്റേറ്റ് ഓഫ് മൈൻഡ്, ക്വാളിറ്റി, അതുപോലെ ആറ്റിറ്റ്യൂഡ്, ഐഡിയ ഇവയെല്ലാം ചേരുന്ന ഒരു നാമത്തെയാണ് നമ്മൾ അബ്സ്ട്രാക്റ്റ് നൗൺ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിന് എക്സാമ്പിൾ പറയുവാണെങ്കിൽ നമുക്കൊരു ക്വാളിറ്റി ബേസ് നോക്കുവാണെങ്കിൽ സ്മാർട്ട്നെസ് പറയാം അല്ലേ. സ്മാർട്ട്നെസ് ഒരു എക്സാമ്പിൾ ആണ്. സ്മാർട്ട്നെസ്. അതുപോലെ തന്നെ നമുക്ക് സ്റ്റേറ്റ് ഓഫ് മൈൻഡ് എന്ന് പറയുമ്പോൾ ഹാപ്പിനെസ് പറയാം അല്ലേ. ഹാപ്പിനെസ്, സാഡ്നെസ് ഇവയൊക്കെയാണ് അബ്സ്ട്രാക്റ്റ് നൗണിന് എക്സാമ്പിൾ. ഓക്കെ ആണോ ഇത്രയും കാര്യങ്ങള്? അടുത്തതാണ് കളക്റ്റീവ് നൗൺ. എന്താണ്ട് കളക്റ്റീവ് നൗൺ? നമുക്കിവിടെ എഴുതാം. കളക്റ്റീവ് നൗൺ. കളക്റ്റീവ് നൗൺ എന്തെന്ന് വെച്ചാൽ അതായത് കളക്റ്റീവ് നൗൺസ് റെഫർ ടു ഗ്രൂപ്പ്സ് ഓഫ് പേഴ്സൺസ് ഓർ ഒബ്ജക്റ്റ്. അതായത് ഒരു യൂണിറ്റിലുള്ള ഒരു കൂട്ടം പേഴ്സണിനെയോ എന്തെങ്കിലും ഒബ്ജക്റ്റിനെയോ സൂചിപ്പിക്കുന്ന നൗൺ ആണ് കളക്റ്റീവ് നൗണ്. ഒരു യൂണിറ്റിലുള്ള ഒരു കൂട്ടം പീപ്പിൾസിനെയോ അതല്ലെങ്കിൽ ഒരു കൂട്ടം ഒബ്ജക്റ്റീവ്സിനെയോ പറയുന്ന പേരാണ് കളക്റ്റീവ് നൗൺ. അപ്പൊ എക്സാമ്പിൾ എന്തൊക്കെ വരുമെന്ന് അറിയാമോ? ഫാമിലി,
ഒരു യൂണിറ്റ് തന്നെ ഫാമിലി നമുക്ക് എക്സാമ്പിൾ ആയിട്ട് പറയാം. അതുപോലെ തന്നെ എക്സാമ്പിൾ ഗവൺമെന്റ്, അറിയോ, ഒരുപാട് മെമ്പേഴ്സ് ഉണ്ട് ഗവൺമെന്റിൽ അല്ലെ, ഗവൺമെന്റ്. അതുപോലെ ഓഡിയൻസ്, ഇതൊക്കെ എന്തിന് എക്സാമ്പിൾ ആണ്? കളക്റ്റീവ് നൗൺ എക്സാമ്പിൾ ആണ് അല്ലെ. ഇവിടെ എഴുതിയേക്കാം ഫാമിലി കേട്ടോ, ഫാമിലി. അതുപോലെ തന്നെ എന്തൊക്കെ വരും? ഓഡിയൻസ്, പിന്നെ എന്തൊക്കെ വരും? ഓഡിയൻസ്, പിന്നെ ആർമി, ഗവൺമെന്റ്, ഇതൊക്കെ എന്തിന് എക്സാമ്പിൾ ആണ്? കളക്റ്റീവ് നൗൺ എക്സാമ്പിൾ ആണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആണോ? ഇനി അടുത്ത നൗൺ ആണ്, കളക്റ്റീവ് നൗൺ കഴിഞ്ഞു, അടുത്ത നൗൺ ആണ് വെർബൽ നൗൺസ്. എന്താണ് വെർബൽ നൗൺസ്? വെർബൽ നൗൺസ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? അതായത് നമ്മൾ വെർബിൽ നിന്നും വരുന്ന വാക്കുകളെ, വെർബിൽ നിന്നും വരുന്ന വേർഡ്സിനെയാണ് നമ്മൾ വെർബൽ നൗൺ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ലാഫിങ്, സ്പീക്കിംഗ്, ഈറ്റിംഗ്, ഇവയൊക്കെ എടുക്കുകയാണെങ്കിൽ നമ്മൾ ടെസ്റ്റ് തന്നെ ഫസ്റ്റ് എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. എന്താണ്? ലാഫിങ് ഈസ് എ ഹെൽത്തി ഹാബിറ്റ് ആണ്. അപ്പോൾ ഒരു വെർബിൽ നിന്നും ഉണ്ടാകുന്ന വേർഡ്സിനെയാണ് എന്താന്ന് പറയുന്നത്? വെർബൽ നൗൺ എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ എക്സാമ്പിൾ ഇവിടെ എഴുതുന്നില്ല. അപ്പൊ ലാഫിങ് ഉൾപ്പെടാം. അപ്പൊ ലാഫിങ്, അതുപോലെ ഈറ്റിങ്, ഇതൊക്കെ എന്തിന് എക്സാമ്പിൾ ആണ്? വെർബൽ നൗണിന്. അതായത് ലാഫിങ് ഈസ് എ ഹെൽത്തി ഹാബിറ്റ് എന്ന് പറയുന്നുണ്ട്. അപ്പൊ അത് ഒരു വെർബിൽ നിന്നും ഉണ്ടാകുന്ന വേർഡ്സിനെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അപ്പൊ ലാഫിങ് ഈസ് എ ഹെൽത്തി ഹാബിറ്റ്. അതുപോലെ ഈറ്റിംഗ് നമുക്ക് ഉദ്ദേശിച്ചും പറയാം. എന്ത് പറയാം? ഈറ്റിംഗ് ഈസ് ഗുഡ് ഫോർ മെയിൻറ്റെയിനിങ് ഇമ്മ്യൂണിറ്റി. പ്രതിരോധത്തിന് ഏറ്റവും നല്ലതാണ് നമ്മൾ കഴിക്കുക, ഭക്ഷണം കഴിക്കുക. പ്രതിരോധത്തെ ഏറ്റവും നല്ലതാണ് ഭക്ഷണം കഴിക്കുക എന്ന് പറയുന്നത്. അപ്പൊ രണ്ട് എക്സാമ്പിൾ ഇവിടെ പറയുന്നു. വെർബൽ നൗൺ എന്ന് പറഞ്ഞാൽ എന്താണ്? വെർബിൽ നിന്നും വരുന്ന വേർഡ്സിനെയാണ് വെർബൽ നൗൺ എന്ന് പറയുന്നത്. എക്സാമ്പിൾ പറഞ്ഞു ലാഫിങ്, ഈറ്റിംഗ്. ലാഫിങ് ആകുമ്പോൾ എങ്ങനെ നമുക്ക് എക്സാമ്പിൾ ആയിട്ട് എഴുതാം? ലാഫിങ് ഈസ് എ ഹെൽത്തി ഹാബിറ്റ്, ഒരു വെർബിൽ നിന്നും ഉണ്ടാകുന്ന ഒരു വേർഡ് ആണ് അത്. അതുപോലെ അടുത്ത് എന്താ പറയാം? ഈറ്റിംഗ് ഈസ് ഗുഡ് ഫോർ മെയിൻറ്റെയിനിങ് ഇമ്മ്യൂണിറ്റി, അതും ഒരു എക്സാമ്പിൾ ആണ്. മനസ്സിലായോ? അടുത്ത ഒരു നൗണും കൂടെ ഉണ്ട്, 6, ആറാമത്തെ എന്ന് പറയുന്നത്. ആറാമത്തെ നൗൺ ആണ് കോമ്പൗണ്ട് നൗൺ. എന്താണ്? കോമ്പൗണ്ട് നൗൺ. കോമ്പൗണ്ട് നൗൺ എന്ന് വെച്ചാൽ നൗൺസ് ദാറ്റ് ആർ മെയ്ഡ് അപ്പ് ഓഫ് 2 or more വേർഡ്സ്. ഒരു നൗൺസിൽ തന്നെ 2 അതിൽ കൂടുതലോ വേർഡ്സ് ഉൾപ്പെടുന്നവയാണ് കോമ്പൗണ്ട് നൗൺസ്. ഒരു നാമത്തിൽ തന്നെ 2 അതിൽ കൂടുതൽ വേർഡ്സ്, വാക്കുകൾ ഉണ്ടാകുന്നതാണ് എന്താ പറയുക? കോമ്പൗണ്ട് നൗൺസ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ നോക്കാം. അപ്പോൾ എക്സാമ്പിളില് കാർ പാർക്ക്, അവിടെ 2 നൗൺ ഉണ്ടാകുന്നുണ്ട് അല്ലേ? കാർ പാർക്ക്. അതുപോലെ തന്നെ പേപ്പർ ക്ലിപ്പ്, ബോർഡ് ഓഫ് എക്സാമിനേഷൻ, യൂണിവേഴ്സിറ്റി ഓഫ് കേരള. ഇതൊക്കെ എന്തൊരു എക്സാമ്പിൾ ആണ്? കോമ്പൗണ്ട് നൗണിന് എക്സാമ്പിൾ ആണ്. ഇവിടെ എക്സാമ്പിൾ എഴുതിയേക്കാം. എന്തൊക്കെയാണ്? കാർ പാർക്ക്, രണ്ട് വേർഡ്സ് ഉണ്ടായില്ലേ? അതുപോലെ തന്നെ നമുക്ക് പറയാം യൂണിവേഴ്സിറ്റി ഓഫ് കേരള. അപ്പൊ ഇത്രയുമാണ്. അപ്പൊ ഇതാണ് കോമ്പൗണ്ട് നൗണിന്റെ എക്സാമ്പിൾ. ഓക്കെ ആണോ? അപ്പൊ ഇത്രയും നാമങ്ങൾ എന്താന്ന് പറഞ്ഞു, നൗൺസ് എന്താന്ന് പറഞ്ഞു, നൗൺസിന് ഡിഫറെന്റ് ടൈപ്സ് ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ടൈപ്സ് നമുക്ക് ഒരു 6 പോയിന്റും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നു. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ എല്ലാവർക്കും? ഓക്കെ, ഇനി നെക്സ്റ്റ് പറയാൻ പോകുന്നത് കൗണ്ടബിൾ നൗൺസ്. അതായത് നൗൺസിൽ തന്നെ കൗണ്ടബിൾ നൗണും ഉണ്ട്, അൺകൗണ്ടബിൾ നൗണും ഉണ്ട്. അപ്പൊ പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും എന്താണ് കൗണ്ടബിൾ നൗൺ എന്ന് വെച്ചാൽ എണ്ണാൻ കഴിയുന്ന നാമത്തെയാണ് കൗണ്ടബിൾ നൗൺസ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ എഴുതാം കൗണ്ടബിൾ നൗൺസ്. ഫസ്റ്റ് വൺ കൗണ്ടബിൾ നൗൺസ് എന്താണ്? എണ്ണാൻ ഉപയോഗിക്കുന്ന നാമത്തെ അല്ലെ, നമുക്ക് എണ്ണാൻ കഴിയുന്ന നാമങ്ങളെ പറയുന്ന പേരാണ് കൗണ്ടബിൾ നൗൺസ്. ഈ കൗണ്ടബിൾ നൗൺസിൽ സിംഗുലർ ഫോമും ഉണ്ട്, പ്ലൂറൽ ഫോംസും ഉണ്ട്. ഇനി ഇതിന് എക്സാമ്പിൾ പറയുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാകും. എക്സാമ്പിൾ എന്ന് പറയുമ്പോൾ നമുക്ക് എണ്ണാൻ കഴിയുന്ന നൗൺസ് ആണ് കൗണ്ടബിൾ എന്ന് പറഞ്ഞു. എക്സാമ്പിൾ ആയിട്ട് ബുക്ക്, നമുക്ക് എണ്ണി എടുക്കാൻ പറ്റും എത്ര എണ്ണം ഉണ്ടെന്ന്. അതുപോലെ തന്നെ പെൻ, എത്ര എണ്ണം ഉണ്ടെന്ന് നമുക്ക് എണ്ണി എടുക്കാം. അതുപോലെ തന്നെ ബോയ്, എത്ര ആൺകുട്ടികൾ ഉണ്ടെന്ന് നമുക്ക് എണ്ണി എടുക്കാം. അതുപോലെ നമുക്ക് എണ്ണാൻ കഴിയുന്നവയാണ് കൗണ്ടബിൾ നൗൺസ്. ഇതിലെ സിംഗുലർ ഫോമും പ്ലൂറൽ ഫോമും. സിംഗുലർ എന്ന് വെച്ചാൽ എന്താണ്? ഏകവചനം. പ്ലൂറലോ ബഹുവചനം, എല്ലാം ഉൾപ്പെടുന്നതാണ് കൗണ്ടബിൾ നൗൺസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ എഴുതാം എക്സാമ്പിൾ എന്ന് പറയുന്നത് എന്താണ്? എക്സാമ്പിൾ എങ്ങനെ പറഞ്ഞു ഞാൻ? ബുക്ക്, ബുക്ക്. അതുപോലെ തന്നെ ട്രീ,
ബോയ് ആണ്. കൗണ്ട് ആണോ? അടുത്തത് സെക്കൻഡ് വൺ എന്ന് പറയുന്നത് അൺകൗണ്ടബിൾ നൗൺസ് ആണ്. എന്താണ്? അൺകൗണ്ടബിൾ നൗൺസ്. അടുത്ത എന്താണ്? അൺകൗണ്ടബിൾ നൗൺസ് ആണ്. നോക്കാം. അപ്പൊ അൺകൗണ്ടബിൾ നൗൺസ്. അപ്പൊ കൗണ്ടബിൾ നൗൺസിന്റെ ഓപ്പോസിറ്റ് ആയിരിക്കും എന്തായാലും അൺകൗണ്ടബിൾ നൗൺസ്. അതായത് നമുക്ക് എണ്ണാൻ കഴിയാത്ത നാമങ്ങളെയാണ് അൺകൗണ്ടബിൾ നൗൺസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്ക് എണ്ണാൻ കഴിയാത്തതിന് എക്സാമ്പിൾ പറയാം. മ്യൂസിക് നമുക്ക് എണ്ണാൻ സാധിക്കുമോ? അത് ഇല്ല. പറ്റോ? ഇല്ല. അതുപോലെ തന്നെ റെയിൻ പറ്റോ? മഴ നമുക്ക് എണ്ണാൻ സാധിക്കുമോ? ഇല്ല. ഷുഗർ പറ്റോ? ഇല്ല. വാട്ടർ, മിൽക്ക്, അഡ്വൈസ്, ഹെൽത്ത് ഇതൊക്കെ നമുക്ക് എണ്ണാൻ കഴിയാത്തവയാണ് അല്ലേ? അപ്പോൾ ഇതൊക്കെയാണ് അൺകൗണ്ടബിൾ നൗൺസിന് എക്സാമ്പിൾ. അത് എഴുതാം അവിടെ ഞാൻ. എന്തൊക്കെയാണ് ഞാൻ പറഞ്ഞത് അൺകൗണ്ടബിളിന്? മ്യൂസിക്, പിന്നെന്ത് പറഞ്ഞു? റെയിൻ, പിന്നെയോ വാട്ടർ, പിന്നെയോ ഷുഗർ, പിന്നെയോ പോയട്രി. ഒക്കെ എണ്ണാൻ പറ്റുമോ പോയട്രി ഒക്കെ? അഡ്വൈസ്. ഇതൊക്കെ എന്തിന് എക്സാമ്പിൾ ആണ്? അൺകൗണ്ടബിൾ നൗൺസിന് എക്സാമ്പിൾ ആണ്. അതുപോലെ തന്നെ അൺകൗണ്ടബിൾ നൗൺസിൽ നമ്മൾ പ്ലൂറൽ ഫോംസ് എന്ത് ചെയ്യില്ല? യൂസ് ചെയ്യാറില്ല. ദേ ഡു നോട്ട് ഹാവ് പ്ലൂറൽ ഫോംസ് ഇൻ ജനറൽ യൂസേജ്. സാധാരണയായിട്ടും നമ്മൾ അൺകൗണ്ടബിൾ നൗൺസിൽ പ്ലൂറൽ ഫോം എന്ത് ചെയ്യില്ല? യൂസ് ചെയ്യില്ല. അപ്പൊ ഇത്ര നിങ്ങൾ മനസ്സിലായി നിങ്ങൾക്ക്. അപ്പൊ കൗണ്ടബിൾ എന്ത് പറഞ്ഞു? കൗണ്ടബിൾ നൗൺസ് എന്ന് വെച്ചാൽ എണ്ണാൻ കഴിയുന്നവയാണ്. അവിടെ സിംഗുലർ ഫോമും ഉണ്ട്, പ്ലൂറൽ ഫോമും ഉണ്ട്. എക്സാമ്പിളും പറഞ്ഞു ഞാൻ. നമുക്ക് എണ്ണാൻ കഴിയുന്നവയാണ് അല്ലേ? അടുത്ത പറഞ്ഞു അൺകൗണ്ടബിൾ നൗൺസ് പറഞ്ഞു. എന്ന് വെച്ചാൽ നമുക്ക് എണ്ണാൻ കഴിയാത്ത നാമങ്ങളാണ്. അവർക്ക് എക്സാമ്പിൾ എന്താ പറഞ്ഞത്? മ്യൂസിക്, റെയിൻ, വാട്ടർ ഇവയൊക്കെയാണ് അൺകൗണ്ടബിൾ നൗൺസ്. അതുപോലെ തന്നെ അൺകൗണ്ടബിൾ നൗൺസ് എപ്പോഴും സിംഗിൾ ഫോമിലായിരിക്കും. അവിടെ പ്ലൂറൽ ഫോം ഇല്ല. ദേ ഡു നോട്ട് ഹാവ് പ്ലൂറൽ ഫോംസ് ഇൻ ജനറൽ യൂസേജ്. അപ്പൊ ഇത്രയും നിങ്ങൾ മനസ്സിലായോ? ഓക്കെ ആണോ എല്ലാവർക്കും? ഓക്കെ സ്റ്റുഡൻസ്, ഇപ്പൊ ഞാൻ ഇവിടെ 3 നമ്മളിപ്പം പറഞ്ഞ കാര്യങ്ങൾ കൗണ്ടബിൾ നൗൺസും അൺകൗണ്ടബിൾ നൗൺസുമായി ബന്ധപ്പെട്ട് 3 ക്വസ്റ്റ്യൻ ഇവിടെ എത്തിയിട്ടുണ്ട്. നമുക്ക് എക്സാമിന് ഇതൊക്കെ എന്താണെന്നൊന്നും ചോദിക്കില്ല. അതായത് എന്താണ് ഈ നൗൺ എന്നും എത്ര ടൈപ്സ് ഉണ്ടെന്നും ഒന്നും ചോദിക്കില്ല. ഇങ്ങനത്തെ എക്സസൈസ് ഫോമിലായിരിക്കും എക്സാമിന് ക്വസ്റ്റ്യൻ വരുന്നത്. അപ്പൊ നിങ്ങൾ ഇങ്ങനെ എക്സസൈസ് ഒക്കെ വരുമ്പോൾ നമ്മൾ കൂടുതൽ എക്സസൈസും ചെയ്ത് പഠിക്കുമ്പോൾ നമുക്ക് ഗ്രാമർ എന്തായി മാറും? സോ സിമ്പിൾ ആയി മാറും അല്ലേ? അപ്പൊ നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദീസ് ആർ ഓൾ മൈ ലഗേജസ്. അപ്പൊ ഞാൻ പറഞ്ഞു ലഗേജസ് എന്ന് പറയുന്നത് എന്താണ്? ഒരു അൺകൗണ്ടബിൾ നൗൺ ആണ്. നമുക്ക് എണ്ണാൻ കഴിയും. അപ്പോൾ ലഗേജസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു അൺകൗണ്ടബിൾ നൗൺ ആണ്. നമുക്ക് എണ്ണാൻ കഴിയാത്തവയാണ്. അപ്പൊ ഇവിടെ നമുക്ക് എങ്ങനെ അതിന്റെ ആൻസർ എഴുതാതെ ഒന്ന് പറഞ്ഞേ. ദീസ് അവിടെ എങ്ങനെയാവും? ദിസ് ആവും. അപ്പൊ ശ്രദ്ധിക്കുക, ദിസ് ഈസ് എന്തിനാ ഇവിടെ? ദിസ് ഈസ് ഓൾ മൈ ലഗേജ്. ദിസ് ഈസ് ഓൾ മൈ ലഗേജ് എന്നാകും അവിടുത്തെ ആൻസർ. എങ്ങനെയായെന്ന് മനസ്സിലായോ? അതായത് ലഗേജ് എന്ന് പറയുന്നത് ഒരു അൺകൗണ്ടബിൾ നൗൺ ആണ്. അൺകൗണ്ടബിൾ നൗൺ എപ്പോഴും ഏത് രൂപത്തിലായിരിക്കും വരുന്നതെന്ന് പറഞ്ഞു. അവിടെ ഇപ്പോൾ വന്നിരിക്കുന്നത് പ്ലൂറൽ ആണ്. നമ്മൾ സിംഗുലർ ആക്കുമ്പോൾ എങ്ങനെ വരും? ദിസ് ഈസ് ഓൾ മൈ ലഗേജ് എന്ന് വരും ആൻസർ. മനസ്സിലായോ? അടുത്ത് നോക്കിയേ, വാട്ട് എ നൈസ് പോയട്രി. പോയട്രി ഇവിടെ ഏത് രൂപത്തിൽ കിടക്കുവാണ്? പോയട്രി നമുക്ക് എണ്ണാൻ സാധിക്കുമോ? ഇല്ല. അത് എപ്പോഴും ഏതാണ്? അൺകൗണ്ടബിൾ നൗൺ ആണ് പോയട്രി. അപ്പോൾ അവിടെ എങ്ങനെ വരും? വാട്ട് നൈസ് പോയം. വാട്ട് നൈസ് പോയം ആണ് അവിടുത്തെ ആൻസർ. വാട്ട് എ നൈസ് പോയം. നോക്കൂ, വാട്ട് എ നൈസ് പോയം. ഓക്കെ, തേർഡ് നോക്കിയേ, ദിസ് ഈസ് എ ഫൈൻ സീനറി. സീനറി എന്താണ്? അവിടെ ഒരു അൺകൗണ്ടബിൾ നൗൺ ആണ് സീനറി അല്ലേ? അൺകൗണ്ടബിൾ നൗൺ നമുക്ക് എണ്ണാൻ സാധിക്കാത്തതാണ് സീനറി. അപ്പോൾ അവിടെ ആൻസർ എങ്ങനെ എഴുതും? സീനറിക്ക് ആൻസർ എങ്ങനെ എഴുതും? അവിടെ നിന്ന് പറഞ്ഞേടെ, എങ്ങനെ എഴുതും? ഇവിടെ എ അങ്ങ് മാറ്റിയാൽ മതി അല്ലേ? ദിസ് ഈസ് ഫൈൻ സീനറി. സീനറി എന്ന് വരും. സീനറിക്ക് വേറൊരിതൊന്നുമില്ല, സീനറി തന്നെയാണ് അതിന്റെ ഫോം എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ഇങ്ങനെ വരും, ദിസ് ഈസ് ഫൈൻ സീനറി. ഓക്കെ ആണോ? ദിസ് ഈസ് ഫൈൻ സീനറി. മനസ്സിലായോ? അതായത് ഒന്നുകൂടെ പറയാം. ഫസ്റ്റ് ഞാൻ 3 എക്സസൈസ് തന്നു. എക്സാമിന് എക്സസൈസ് ഒക്കെ ആയിരിക്കും കൂടുതൽ ചോദിക്കുന്നത്. അങ്ങനെ എന്താണ് നൗൺ എന്നോ ഡിഫറെന്റ് ടൈപ്സ് ഒന്നും ചോദിക്കില്ല. ഇങ്ങനത്തെ എക്സസൈസ് ആയിരിക്കും തരുന്നത്. അപ്പോൾ നിങ്ങൾ നമുക്ക് ഏറ്റവും സിമ്പിൾ ആയിട്ട് തന്നെ നമുക്കിത് എങ്ങനെ ചെയ്യാം എന്നാണ് ഞാൻ പറയുന്നത്. എങ്ങനെ നമുക്ക് ഈ ഒരു എക്സസൈസിനെ നമുക്ക് എങ്ങനെ ഈ ഒരു ഗ്രാമറിനെ അതിന്റെ ആൻസർ എങ്ങനെ ആക്കാം. അതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ. ദീസ് ആർ ഓൾ മൈ ലഗേജസ് ആണ്. ലഗേജസ് എന്ന് പറഞ്ഞത് ഒരു അൺകൗണ്ടബിൾ നൗൺ ആണ്. നമ്മൾ അതിനെ എന്താക്കണം? ഒരു കൗണ്ടബിൾ നൗൺ ആക്കുമ്പോൾ ദീസ് ഈസ് ഓൾ മൈ ലഗേജ്
ദിസ് ഈസ് ഓൾ മൈ ലഗേജ്. അടുത്തത് വാട്ട് എ നൈസ് പോയട്രി. പോയട്രിയോട് എന്ത് കിടക്കുവാണ്? അൺകൗണ്ടബിളി കിടക്കുവാണ്. നമ്മൾ എന്താണ് കൗണ്ട്? വാട്ട് എ നൈസ് പോയം എന്നാകും. പോയട്രി പോയം ആകും. അടുത്തതോ ദിസ് ഈസ് എ ഫൈൻ സീനറി. അവിടെ എങ്ങനെയാകും? ആ എ അങ്ങ് മാറ്റാൽ ദിസ് ഈസ് ഫൈൻ സീനറി എന്ന രൂപത്തിലാകും. ഇത്രയേ ഉള്ളൂ. മനസ്സിലായോ നിങ്ങൾക്ക്? ഓക്കെ ആണോ എല്ലാവർക്കും? അപ്പൊ ഇത്രയും കാര്യങ്ങൾ മാത്രമേ ഞാൻ നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ അടുത്തൊരു ക്ലാസ്സിൽ അടുത്തൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ആൻഡ് താങ്ക്സ് ഓൾ ഓഫ് യു.